UDF യോഗം ചേരാനിരിക്കെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി മുന്നണിയിൽ തർക്കം ആരംഭിച്ചിരിക്കുന്നു. MK മുനീറിനായി മുസ്ലിം ലീഗും PJ ജോസഫിനായി കേരള കോൺഗ്രസുമാണ് രംഗത്തുള്ളത്. എന്നാൽ ലീഗിന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് കീഴ്പ്പെടാനാണ് സാധ്യത. ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം മത്സരരംഗത്തു നിന്നും മാറി നിന്ന രണ്ട് പ്രമുഖരാണ് ഡോക്ടർ MK മുനീറും PJ ജോസഫും. UDF അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ രണ്ടുപേരും ക്യാബിനറ്റ് റാങ്കുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനമാണ് ലക്ഷ്യമിടുന്നത്. ഔദ്യോഗിക വാഹനവും സ്റ്റാഫുകളും മറ്റാനുകൂല്യവും ലഭിക്കുമെന്നതാണ് ഈ ആഗ്രഹത്തിന് പിന്നിൽ. ഇരു പാർട്ടികളും ഒരു സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച സാഹചര്യത്തിൽ UDF യോഗം നിർണായകമാവും. ചെയർമാൻ സ്ഥാനം ആർക്ക് നൽകുമെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി മുഖ്യമന്ത്രിയും നൽകിയില്ല. അത് തീരുമാനം എടുത്തു കഴിയുമ്പോൾ നിങ്ങളെ അറിയിക്കും. അതൊക്കെ നാളത്തെ UDF യോഗത്തിലെ ചർച്ച. ഞാൻ ഇന്ന് വന്ന് പത്രസമ്മേളനത്തിൽ എന്നോട് ചോദിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ്? നാളത്തെ UDF ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ ഇന്ന് വന്ന് പത്രസമ്മേളനത്തിൽ നാളെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് എന്താണ് അതിൻ്റെ? ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ചെയർമാൻ സ്ഥാനം മുനീറിന് ലഭിക്കാനാണ് കൂടുതൽ സാധ്യത. രണ്ടാം മന്ത്രിസ്ഥാനം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം PJ ജോസഫിന് നൽകണമെന്നാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട്. എന്നാൽ ഇത് കോൺഗ്രസ് അംഗീകരിക്കാൻ ഇടയില്ല. PJ ജോസഫ് മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് വിവരം. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കണമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ആവശ്യപ്പെടുന്നുണ്ട്. പല കാര്യങ്ങളിലും സർക്കാരിനെ പരസ്യമായി വിമർശിക്കുന്ന സുധീറിന് ഈ സ്ഥാനം നൽകാൻ കോൺഗ്രസിലെ മറുഭാഗം തയ്യാറല്ല. ബോർഡ് കോർപ്പറേഷൻ വിഭജനങ്ങളിലും UDFൽ തർക്കം നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് നിർണായക UDF യോഗം ചേരുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.